ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ട് നമുക്ക് ആദ്യം കുറച്ച് ദിവസമൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറച്ച് കല്യാണങ്ങളുണ്ടായിരുന്നു, അതുപോലെ വിരുന്ന്, കുടുംബസംഗമം അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതിൻ്റെ പിന്നാലാവും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അൽഹംദുലില്ലാ കേക്കിനൊക്കെ കുറേ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എല്ലാതും വീഡിയോ എടുക്കാനും അതുപോലെ വീഡിയോ ഇടാനും ഒന്നും സമയം കിട്ടിയില്ല. അതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ മുന്നതുപോലെ കുറച്ച് ദിവസത്തെ വീഡിയോസ് അവിടെ ഇവിടുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 4 ദിവസം മുന്നതുപോലെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ ഫോൺ എടുത്തപ്പോഴാണ് മക്കൾക്ക് പിന്നെ കുറേ ദിവസമായിട്ട് സ്കൂൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ രാവിലെ ആ തിരക്കില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോഴാണ് നമ്മുടെ വയനാട്ടിലത്തെ ഒരു ദുരന്തം ന്യൂസിൽ ഇങ്ങനെ കണ്ടത് കേട്ടോ. ഫോണ് രാവിലെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ എടുക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ട് പിന്നെ നമ്മൾ ആ വാർത്തയൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ 4 ദിവസം പിന്നെ വീഡിയോ തീരെ ഇടാൻ പറ്റിയില്ല കേട്ടോ. കാരണം അതിൻ്റെ ഒരു ടെൻഷനും വിഷമവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കുഞ്ഞു സഹായങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്ത് കൊടുക്കണേണ്ട കൂട്ടത്തിൽ കൊടുക്കാന്നല്ലാണ്ട് നമുക്കത് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ കേട്ടോ. അങ്ങനെ ചെറിയ മക്കളുടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ ഭയങ്കര ടെൻഷൻ എനിക്ക് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ തന്നെ പിന്നെ അതന്നെ ആലോചിച്ച് കുറേ ദിവസം കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊരു ടെൻഷൻ വരും. അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് എന്ത് വിഷമം ഉണ്ടായാലും അങ്ങനെ കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് പിന്നെ അതിന് കൂടുതൽ ഒരു വിഷമം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു 5 ദിവസം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കുറേ ദിവസമായി ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രൈബറൊക്കെ കുറഞ്ഞേക്കുന്നു കേട്ടോ. വീഡിയോ ഇടാണ്ട് വ്യൂസും ഒന്നും ഇല്ല അല്ലാണ്ട് തന്നെ. അപ്പോൾ എന്നാൽ നമ്മൾ ഇവിടുന്നൊക്കെ ആയിട്ട് ചെറിയ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ഇപ്പോഴും നമ്മളിങ്ങനെ ഓക്കെ വന്നിട്ടൊന്നുമില്ല, ഭയങ്കര ഒരു വിഷമത്തിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ടെൻഷനായി എനിക്ക് ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഈ ഒരു വയനാട്ടിലത്തെ ഇതൊക്കെ ഉണ്ടായ അന്ന് ഞാൻ അതുപോലെ തലേദിവസത്തെ കറിയും അതുപോലെ മുട്ട പൊരിക്കുന്നതും ചെയ്തിട്ടൊക്കെ ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരവസ്ഥയിലായിരുന്നു കേട്ടോ കുട്ടികളോട് പറഞ്ഞിട്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ് അതല്ലേ നമ്മൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നം വന്നാലും അങ്ങനെ കേട്ടോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും എല്ലാവർക്കും ഒരു സമാധാനം പഠിച്ചോൻ കൊടുക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കേക്ക് കുറച്ച് ഓർഡർ ഉണ്ട്. ഒരു 4-5 കേക്കിന് ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതൊരു റെഡ് കളറിൽ നമുക്കൊരു സ്പൈഡർമാൻ്റെ തീമിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കേക്ക് 2-3 കേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് നമുക്ക് ഡെലിവറി ഉള്ളത്. തലേദിവസം ഞാൻ വൈകുന്നേരം തന്നെ ഇത് ഐസിങ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തലേദിവസം ഇതുപോലെ ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ. നമ്മളിവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പാടത്തിൻ്റെ ഒരു ഭാഗത്താണ് വീട്. അപ്പോൾ നല്ല തണുപ്പ് പറഞ്ഞാൽ ചൂട് സമയത്തടക്കം നമ്മളവിടെ അധികം ചൂടില്ല കേട്ടോ. അപ്പം തണുപ്പ് സമയത്ത് പറയണ്ട നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഞാൻ തണുപ്പ് കുറച്ച് വെച്ചേക്കാണ്. കേക്ക് നന്നായി ഐസിങ് ചെയ്തിട്ട് തലേദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ക്രാക്ക് വീഴും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കേക്കിൽ ക്രാക്ക് വീഴുക. അപ്പോൾ നമ്മൾ തലേദിവസം കുറേ നേരമൊക്കെ ഫ്രീസ് ചെയ്തിട്ടൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. കേക്ക് ഇങ്ങനെ മുഴുവൻ ഐസിങ് കഴിഞ്ഞിട്ട് ക്രംകോട്ട് കഴിച്ചിട്ട് വെക്കാം. പക്ഷേ മുഴുവൻ ഐസിങ് വെച്ചിട്ട് ചിലപ്പോൾ ക്രാക്ക് വീഴും. അപ്പോൾ ഇങ്ങനെ റെഡ് കളറൊക്കെ ഇതുപോലത്തെ കളറൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ കൊടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാലൊക്കെ എന്തായാലും ക്രാക്ക് വീഴും. അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ ക്രീം കൊടുക്കുക. പിന്നെ ഫ്രീസറിൽ വെക്കരുത് തീരെ, ഫ്രിഡ്ജിൽ തണുപ്പ് കുറച്ചിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തലേദിവസം തന്നെ ഐസിങ് ചെയ്ത് വെക്കുകയാണ്. കാരണം ഇത് കുറച്ച് ഈ എല്ലാ കേക്കും കേട്ടോ 2-3 കേക്ക് കുറച്ച് ലോങ് ഡെലിവറി ഉള്ളതാണ്. നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഐസിങ് നേരത്തെ ചെയ്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഡാമേജ് വരാൻ സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ സ്കൂട്ടിയിലാണ് കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റോഡാണെങ്കിൽ ഭയങ്കര മോശമാട്ടോ. അപ്പോൾ ഓരോ കട്ടറിൽ പോയി ചാടിയിട്ടൊക്കെ ആയിട്ടേ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരും കേട്ടോ. അപ്പോൾ അത് കാരണം നന്നായി സെറ്റായ പിന്നെ വലിയ കുഴപ്പമൊന്നും വരില്ല. അങ്ങനെ നല്ലപോലെ തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കേക്കുകളൊക്കെ നല്ലപോലെ നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ ആ ഒരു സ്പൈഡർമാൻ്റെ കേക്കിൻ്റെ കൂടെ കുറച്ച് ഡോണറ്റ് അവർ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു കേട്ടോ. തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അന്ന് രാവിലെ അതുപോലെ പറഞ്ഞത്. അപ്പോൾ വൈകുന്നേരം കൊടുക്കണ കേക്ക് കേട്ടോ, ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതാക്കി ഒരു ചൂടുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ഓവണൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പൊന്തിച്ചെടുത്ത് ഇത് പൊങ്ങി വരണമല്ലോ. എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഇത് തിരക്കിൽ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഒരു 6 ഡോണറ്റാണ് അവർക്കുള്ളത്. അപ്പോൾ ഞാനൊരു 3-3.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് മക്കൾക്കും കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു ചെറിയ പോർഷനാട്ടെ നമ്മൾ ചെറിയ ഡോണറ്റ് പോലെ ആക്കിയേക്കണത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ അതിങ്ങനെ ചെറുതാക്കിയിട്ട് അതും ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ അവർക്ക് കൊടുക്കാനുള്ളത് 6 നല്ലത് നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ ചോക്ലേറ്റ് വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ. അതിൽ ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടൊക്കെ ഫോട്ടോ അതിൽ ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഇടാട്ടെ. കുറച്ച് അങ്ങനെ അടുപ്പിച്ചുള്ള ഓർഡറുകളായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാതും കൂടിയിട്ട് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ കുറേ ലോങ് ആവും. അത് കാരണമാണ്. അപ്പോൾ നമ്മളിതാ അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ നമുക്കുള്ളത് ഒരു മാംഗോ കേക്കും പിന്നെ ഒരു റെഡ് വെൽവെറ്റ് കേക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടൊരു സ്ഥലത്തേക്ക് തന്നെയാണ്. ബർത്ത്ഡേ കേക്കാണ്. നമുക്ക് അധികം ബർത്ത്ഡേ കേക്കും അതുപോലെ വെഡ്ഡിങ് കേക്ക് കുറവാട്ടോ. വെഡ്ഡിങ് കേക്ക് അധികം കിട്ടാറില്ല. ചിലപ്പോഴൊക്കെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ പരിചയമില്ലാത്ത അധികം ആൾക്കാർക്ക് അറിയില്ലാത്ത കാരണം അറിയുന്ന ആൾക്കാർ മാത്രം ഇങ്ങനെ വെഡ്ഡിങ്ങിനൊക്കെ ചിലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ, അധികം കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു കേക്കും ഇത് 2 കേക്ക് ഉണ്ട് കേട്ടോ. ഈ 2 കേക്കും നമ്മൾ എന്താ ഈ ഒരു കേക്കും കൂടി ഉണ്ട്. അത് ഐസിങ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ബേക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കേക്കും നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ മുകളിൽ ഫ്ലവർ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദൂരമൊക്കെ പോകുമ്പോഴേ ഇതിങ്ങനെ വഴിക്ക് ചിലപ്പോൾ താഴത്തേക്ക് വീഴട്ടെ അങ്ങനെ എനിക്ക് അനുഭവം ഉണ്ട് അങ്ങനെ ഇതിന് മുകളിലിട്ട്. അപ്പോൾ ഞാനത് ക്രീമിന് ടച്ച് ചെയ്തിട്ടാണ് വെക്കണത്. കാരണം അത് മുഴുവൻ കവർ ചെയ്താൽ ഈ ഗണേശ് മുഴുവൻ കവർ ചെയ്തിട്ട് അതിന് മുകളിൽ ഫ്ലവർ വെക്കുകയാണെങ്കിൽ ചിലരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കങ്ങനെ 2-3 പ്രാവശ്യം ഈ ഒരു ഫ്ലവർ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വീഴും കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് പേടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് അടുത്തേക്കൊക്കെയാണ് വേണ്ട കൊടുക്കുക. പക്ഷേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുലുങ്ങിയിട്ട് അവിടെ എത്തുമ്പോഴത്തേനും ചിലപ്പോൾ ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വഴിക്കിയ പോലെ കൊണ്ട് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ക്രീമിൽ ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഫ്ലവറൊക്കെ ഇത് മാംഗോ കേക്കാണ് കേട്ടോ. മാംഗോ ട്രഫിളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുകളിൽ പേര് എഴുതാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ അവർ മോഡലൊന്നും അയച്ചു തന്നിട്ടില്ല കേട്ടോ. ഇഷ്ടമുള്ള മോഡൽ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ പുതിയ കസ്റ്റമർ കേട്ടോ. നമുക്ക് എപ്പോഴും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള കസ്റ്റമർ ഉണ്ടാവില്ലേ. ഇപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് പുതിയ കസ്റ്റമർ ഇങ്ങനെ നമ്മളൊക്കെ നിന്ന് വാങ്ങിച്ച ആൾക്കാർ നമ്പർ കൊടുത്തിട്ട് അങ്ങനെ പുതിയ കസ്റ്റമർ ഇപ്പോൾ കുറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല കേക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഒക്കെ വാങ്ങുന്നവരൊക്കെ നല്ല കേക്ക് നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. അപ്പോൾ ഈ കേക്ക് ഇതുപോലെ നമ്മൾ ഐസിങ്ങൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ തലേദിവസം തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമാണ് പാക്ക് ചെയ്തിട്ട് കൊടുക്കണത്. അപ്പോൾ അത് റെഡി ആയിട്ട് പിന്നെ അതുപോലെ എനിക്ക് ബ്ലാക്ക് ഫോറസ്റ്റിനും ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഞാൻ 2 കേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കേക്കിന് നമുക്ക് ഓർഡർ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കേക്കും കൂടി ഒരുമിച്ച് ബീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 4 മുട്ടയാണെങ്കിൽ 8 മുട്ടക്ക് 2 കേക്കായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കും. അപ്പോൾ ചിലപ്പോൾ അത് മിക്കവാറും ഓർഡർ കിട്ടും. ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് മക്കൾക്ക് കൊടുക്കും കേട്ടോ. അധികം ഓർഡർ കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെ വീട്ടിൽ എടുക്കേണ്ട വരാറില്ല. അധികം നമുക്ക് ഓർഡർ കിട്ടും. അപ്പോൾ ഇത് റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളതാ ഐസിങ് ചെയ്ത് വെക്കണം. ഇതിൽ നമ്മൾ എന്താ പറയുക മിൽക്ക് മെയ്ഡും അതുപോലെ കുറച്ച് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റൊക്കെയാണ് ഫില്ലിങ്ങിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു തീം ഒരാഴ്ച തന്നിട്ടുണ്ട്. ഒരു മിക്കി മൗസിൻ്റെ ഒരു തീമാണ്. അപ്പോൾ ഞാനത് ഫോട്ടോ പ്രിൻറ്റ് തലേദിവസം എടുത്തു. നോക്കുമ്പോൾ അവർ നന്നായി ചെറുതാക്കിയിട്ടാണ് എടുത്തുന്നത്. തീരെ ഒരു ഇതില്ല. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പിന്നെ നമ്മളടുത്തുള്ള ഒരു സ്റ്റുഡിയോന്ന് പിന്നെ നന്നായിട്ട് എടുത്തിട്ടൊക്കെയാണ് കേട്ടോ അത് കൊണ്ടുപോയി കൊടുത്തത്. കാരണം അവർ നമ്മൾ അളവ് ചോദിക്കില്ല. അപ്പോൾ നമ്മൾ ഏകദേശം നല്ലൊരു കേക്കിൻ്റെ മുകളിൽ വെക്കണ അളവൊക്കെ പറഞ്ഞു. പക്ഷെ അവർ എടുത്തത് തെറ്റിയിട്ട് ചെറിയൊരു ഇതിൽ നല്ല റേറ്റും വാങ്ങിച്ചു കേട്ടോ അവർ. അങ്ങനെ ചില ഷോപ്പിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഈ പ്രിൻ്റ് എടുക്കുമ്പോഴേ അവർക്ക് അറിയാണ്ട് നല്ല ചെറുതാക്കിയിട്ടൊക്കെ എടുത്തു തരും. നമ്മൾ ചെറിയ സ്റ്റിക്കർ ഉണ്ടാവില്ലേ മക്കളൊക്കെ ബുക്കിലൊട്ടിക്കണം, അതുപോലൊക്കെ എടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആ കേക്കൊക്കെ സെറ്റ് ചെയ്ത് തലേദിവസമൊക്കെ വെച്ചു. പിറ്റേ ദിവസമാണ് നമ്മളൊരു 11:30 ഒക്കെ ആകുമ്പോഴത്തേനാണ് കേട്ടോ ഈ 2 കേക്ക് ഒരുമിച്ച് ഡെലിവറി ഉള്ളത്. അപ്പോൾ ഞാനൊന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ അതങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ തലേദിവസം ഐസിങ് ചെയ്യുമ്പോൾ നല്ല കട്ടിക്ക് ക്രീമിൽ ഐസിങ് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രാക്ക് വീഴും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മക്കൾക്ക് സ്കൂളില്ലാത്ത കാരണേ മിക്കവാറും ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആകെ ഒരു ബഹളാട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വോയിസ് ഇങ്ങനെ കട്ടാക്കേണ്ടി വരും എനിക്ക്. കാരണം അവർക്കിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായിട്ട് പിന്നെ ഇപ്പോൾ ഇതുവരെ സ്കൂൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരൊരു ബഹളം ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് വോയിസ് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വോയിസ് കട്ടാക്കേണ്ടി വരും. ശരിക്കും പോലെ നമുക്ക് വോയിസ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഇതാണ് ആ മിക്കി മൗസിൻ്റെ ഒരു കേക്ക് കേട്ടോ.
അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് പിന്നെ രണ്ടാമതും എടുക്കും വെട്ടി വെക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ മേലെ 2 വലിയ പിക്ചറുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ വെച്ചവന് പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ആ ഒരു പാക്കിംഗ് കവറിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കുക, അവരോട് വെച്ചോളാൻ പറഞ്ഞേക്കാട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുക്കാനും മറന്നു. അതാണ് കേട്ടോ. അതിൻ്റെ മേലെ വലിയ പിക്ചറുണ്ട് മിക്കി മൗസിൻ്റെയും അതുപോലെ 2 എന്നുള്ളതും. പിന്നെ അത് രണ്ടും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാണ് 2 ബ്ലാക്ക് ഫോറസ്റ്റ് കേട്ടോ. അല്ല, ഒരു ബ്ലാക്ക് ഫോറസ്റ്റിനാണ് ഓർഡർ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കേക്കും കൂടി ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്ത് കഴിയണ വരെ അതിന് ഓർഡർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിയുന്നതോട് കൂടിയിട്ട് അതിന് ഓർഡർ വന്നു കേട്ടോ. ഒരു ചോക്ലേറ്റ് ട്രഫിളിന് വന്നു. അപ്പോൾ അതിനും ഈ കേക്ക് തന്നെയാണല്ലോ. അപ്പോൾ അത് നമ്മൾ അപ്പോൾ പിന്നെ എനിക്ക് കേക്ക് ഉണ്ടാക്കേണ്ടി വന്നില്ല. പിന്നെ അത് ഐസിങ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ട് അത് കുറച്ച് ടഫുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഒരു ബ്ലാക്ക് കളറിൽ ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ആണ് അവർ ആ ഒരു കേക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബൊക്കയും കൂടി ഞാനൊരു ബൊക്കയും കാണിച്ചില്ല ആദ്യം. ആ ബൊക്കയും അതുപോലെ ആ ഒരു ട്രഫിൾ കേക്ക് ഒരു ബ്ലാക്ക് കളറിൽ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ ബ്ലാക്ക് പറ്റില്ല, ക്രീമുള്ള ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ബ്ലാക്കിൽ ചെയ്യണത്. ആ ഒരു ടെൻഷനൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഈ കേക്ക് ചെയ്യുന്നത് കേട്ടോ. അല്ല, ഈ കേക്ക് ഐസിങ് ക്രം കോട്ട് കഴിഞ്ഞോട് കൂട്ടേ വിളിച്ചത് കേട്ടോ. സോറി. അപ്പോൾ അങ്ങനെ ബ്ലാക്കിൽ അവർ ഇങ്ങനെ കുറേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ വാട്സപ്പിൽ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ആയിട്ടാട്ടെ വേറെ ആരോ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഓർഡർ കിട്ടിയത് എനിക്ക്. അപ്പോൾ ഈ കേക്ക് നമ്മൾ ചെയ്ത് വെക്കുകയാണ്. ഇത് നമുക്ക് പിറ്റേ ദിവസം ആണ് കൊടുക്കാനുള്ളത്. രാത്രി നമ്മൾ ചെയ്ത് വെക്കുകയാണ്, പിറ്റേ ദിവസം നമ്മൾ കൊടുക്കണം കേട്ടോ. പിന്നെ എനിക്ക് ഒരു സ്ക്രാപ്പർ മേടിച്ചതിന് ശേഷം നല്ല ഉപകാരം കേട്ടോ. കാരണം അതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റും. നല്ല മൂർച്ചയാണ് കേട്ടോ. ഞാൻ അന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഗ്രോസറി വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. വാങ്ങിച്ച ചെറിയ റേറ്റുള്ളൂ കേട്ടോ. അധികം റേറ്റ് ഇല്ല, 37, 40 അങ്ങനെ എന്തോ ചെറിയ റേറ്റുള്ളൂ. പക്ഷെ നല്ല ഉറപ്പുള്ള നല്ല സാധനം കേട്ടോ. കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് നമ്മൾ ഈ ഒരു മോഡലാണ് കേട്ടോ. അല്ലാണ്ട് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു മോഡലല്ല ചെയ്യാൻ പറ്റുള്ളത്. അങ്ങനെ ഒരു വേറൊരു മോഡലല്ല ചെയ്യുന്നത് കേട്ടോ. ഒരു ഫോക്സ് ബോളൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിലും ഒരു പിക്ചറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അതൊക്കെ നമ്മൾ ഇങ്ങനെ മേലെ വെക്കാനുള്ളതൊക്കെ ഇങ്ങനെ ആ പാക്കിംഗ് കവറിലാക്കി ഇങ്ങനെ മേലെ വെച്ച് കൊടുക്കുള്ളൂ, ഒട്ടിച്ചിട്ട് അവരോട് വെച്ചോളാൻ പറഞ്ഞിട്ട്. ചിലപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ വെക്കാട്ടോ. പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്രീമൊക്കെ എടുത്ത പോലെ ആവണ്ട വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്യുക. അപ്പോൾ ഓർഡറൊക്കെ കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഓർഡറൊക്കെ ഉണ്ട്. കിട്ടുമ്പോൾ എനിക്കൊരു 2-3 കേക്ക് ഒരുമിച്ച് ഓർഡർ കിട്ടും കേട്ടോ. അങ്ങനെ കേട്ടോ. ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയും ഉണ്ടാവുകയാണെങ്കിൽ ഒരു കേക്കൊക്കെ വന്നാൽ ചിലപ്പോൾ പിന്നെ ഒരു കേക്ക് അങ്ങനെ ആയിട്ട് പിറ്റേ ദിവസമായിട്ട് അടുപ്പിച്ച് 2-3-4 കേക്കൊക്കെ ഓർഡർ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെയാണ് സാധനങ്ങൾ എന്തെങ്കിലും ഇല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഞായറാഴ്ച ഓർഡർ കിട്ടിയാൽ പിന്നെ കുടുങ്ങും കേട്ടോ. കാരണം ഞായറാഴ്ച നമ്മളെ ബേക്കിംഗ് ഷോപ്പുകളൊന്നും നമ്മളെ ഈ കേക്ക് മെറ്റീരിയൽ ഷോപ്പൊന്നും തുറക്കില്ല കേട്ടോ. ഇവിടെ അടുത്തുള്ളൊന്നും കുന്നംകുളത്തേക്ക് പോകണം, ഒന്നെങ്കിൽ തൊഴിയൂർക്ക് പോകണം. 2 സ്ഥലത്തുള്ളൂ നമ്മുടെ അടുത്തുള്ള 2 ഷോപ്പ്. അപ്പോൾ 2ഉം ഞായറാഴ്ച തുറക്കില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ സൂപ്പർ മാർക്കറ്റിൽ എല്ലാതൊന്നും കിട്ടില്ല. ക്രീം കിട്ടും, പക്ഷെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മളൊരു 30-40 രൂപ എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ ചില സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ആ ഷോപ്പിൽ തന്നെ പോകണം. അപ്പോൾ അതൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ ഏകദേശം വാങ്ങിച്ച് വെക്കുക. നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചാൽ ചിലപ്പോൾ അതൊക്കെ വെറുതെ വേസ്റ്റ്. നമ്മൾ ആദ്യമൊക്കെ ഞാൻ കേക്കിന് പഠിച്ച സമയത്തൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ സാധനങ്ങൾ തന്നെ കുറേ ഇരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ അങ്ങനെ വാങ്ങിച്ച് വെക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ പൈസ പോവാന്നല്ലാണ്ട് ഒരു കാര്യമില്ല കേട്ടോ. കുറേ സാധനം വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പം നല്ല വിലയുണ്ട്. ആദ്യത്തെ അത്ര ഒന്നുമല്ല, ഇപ്പം നല്ല വില എല്ലാ സാധനങ്ങൾക്കും. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ആവശ്യമുണ്ടാവും വെച്ചിട്ട് കണ്ടതൊക്കെ ഇങ്ങനെ ഒരു ഇതല്ല. പഠിച്ച സമയത്തും തുടക്കത്തിലൊക്കെ നമുക്ക് ഭയങ്കര ഒരു ആവേശമാണല്ലോ. അങ്ങനെ കുറേ വാങ്ങിച്ച് വെച്ചാൽ നമ്മൾ കയ്യിലുള്ള പൈസ മൊത്തം നഷ്ടം. ഇതിൽ ലാഭത്തിലും കൂടുതൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത സാധനങ്ങൾ മേടിക്കേണ്ട അവസ്ഥ കിട്ടുക. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ മേടിക്കേണ്ട, നമ്മൾ ആവശ്യത്തിന് ഓർഡർ വരുന്ന സാധനം മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ. കുറേ വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ബൊക്കയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഫ്ലവറും ജിപ്സം ഫ്ലവർ, റോസ് ഫ്ലവർ ഒക്കെ. അപ്പോൾ ഈ വീഡിയോ വലിയ ലെങ്ത്തായിട്ട്, അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു ബ്ലാക്ക് കേക്കും ബൊക്കെ ഉണ്ടാക്കുന്നതും വേറെയും കുറച്ച് കേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ട് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ വലിയ വീഡിയോ ആയി മാറും. ബൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ബൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ബ്ലാക്ക് കേക്ക് ഉണ്ടാക്കുന്നതും ആദ്യമായിട്ടാണ്. നല്ല ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം, അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കുഞ്ഞ് വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും
പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.